കാമാക്ഷി, രണ്ടെണ്ണം കൂടി ഇടുന്നേ. എന്നാ അതിന് എങ്ങോട്ടാ രാവിലെ? എന്ത് പ്രയോജനം ചന്ദ്രിയെ കഴിക്കുന്നതല്ലാതെ? ഒന്ന് ചുമ്മാ ഇരിക്കടി. ഇത്രയും കടിച്ചിട്ട് എന്നെ ഓഫീസ് ചെന്ന 11 മണിക്കേ വിശപ്പ. അവള് റെഡി ആയില്ലേ? പിന്നെ അവളായിരിക്കണം. എടി പെണ്ണേ, ഇതെന്തൊരു കുളിയാണ്? മണി 8 ആയി. ആദ്യ ദിവസമായതുകൊണ്ട് ഓഫീസിൽ 9 മണിക്കെങ്കിലും ചെല്ലണ്ടേ? ആറ്റുനൂറ്റ് ജോലി കിട്ടി. മണി 8 ആയിട്ടും പെണ്ണ് കുളി കഴിഞ്ഞിട്ടില്ല. എന്റെ വിഷയം കിടന്ന് ഒച്ച വെക്കാതെ. ഇവിടെ കണ്ണിൽ സോപ്പ് പോയിട്ട് നീറുന്നു. കണ്ണിലല്ലേ പോയുള്ളൂ, സൂക്ഷിക്കണേ. ഇത് നോക്ക്, മര്യാദക്ക് തേപ്പിച്ചിട്ടില്ല. എല്ലാത്തിനും ഇവൾക്കൊരു ചിങ്കിടിയെ വേണം. പിന്നെ നീ അല്ലാണ്ട് എനിക്ക് ആരടി പെണ്ണേ? എന്റെ സ്വന്തവും ബന്ധവും എല്ലാം നീ അല്ലേ? അതെ, ഞാനാണേ. സാറൊന്ന് എളുപ്പം റെഡിയാവും. എടി, ഇതൊക്കെ ഒന്ന് മാറ്റി പെണ്ണുങ്ങളിടുന്ന വല്ലതും വാങ്ങിയിട്. ഓഫീസിലേക്കല്ലേ പോന്ന്, പള്ളിയിലേക്കല്ലല്ലോ. ആരുമില്ലാത്ത എനിക്ക് ഇതാണ് എന്റെ ശക്തി. സുന്ദരിയായിരിക്കുന്നടി. ഇനി നോക്കേ. മതി 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 മതി. അങ്ങനെ അധികം രസിച്ചാലേ ആരെങ്കിലും കണ്ണു വയ്ക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, ഉണ്ടക്കണ്ണ് കാട്ടി ആരും വരട്ടാതെ ഓഫീസ് ചെന്ന് മാനേജറെ കണ്ടതും വളരെ ഭവ്യതയോടെ ഗുഡ് മോർണിംഗ് സർ, അദ്ദേഹം എന്ത് പറഞ്ഞാലും യെസ് സർ, യെസ് സർ, അതായിരിക്കണം ഉത്തരം. ബി സ്മാർട്ട്. എടി, ഇതൊക്കെ ഒരു തരം ചെപ്പടി വിദ്യ. എന്തിനാ? മാനേജർ ആദ്യമേ തന്നെ ഒന്ന് വളയ്ക്കാൻ. വളയ്ക്കാനോ? എടി, വളയ്ക്കാന്ന് പറഞ്ഞ എന്താ പറയാ? ഒന്ന് ഇംപ്രസ് ചെയ്യാൻ. ആനുകൂല്യങ്ങൾ വല്ലതും പിന്നീട് ഉണ്ടായാൽ കളയാൻ ഒക്കുമോ? നീ കൊള്ളാമല്ലോടി. എന്താ ചിരിക്കുന്നേ? ഈ ഉപദേശത്തിനൊക്കെ ചെലവുണ്ട്. നീ ഒന്നും പറയണ്ട. ശമ്പളം കിട്ടിയത് നിനക്കാണ് ആദ്യം സാരി. നിന്റെ സാരി വേണ്ട, ബ്ലൗസും വേണ്ട. പെണ്ണേ, ഈ ഉഷയോട് സ്നേഹം ഉണ്ടായാ മതി. ഞാൻ വരുന്നേ. നിക്ക് നിക്ക് നിക്ക്. ആദ്യമല്ലേ ഓഫീസിലിരുന്ന് ക്ഷീണിക്കുമ്പോ കുടിക്കാനാ. ഇവനാവുമ്പോ ആവശ്യമുള്ളപ്പോഴൊക്കെ സൗകര്യമായിരിക്കും. പോടി അവിടുന്ന്. നാണോ ഇല്ലല്ലോ നിനക്ക്? എന്നാ കുഞ്ഞെ പൂവ്, വാടനറിയണ്ട. വരട്ടെ. ശരി. എടി റോസാപ്പൂവേ, വെയിലത്ത് വാടാതെ സൂക്ഷിക്കണം കേട്ടോ. വരട്ടെടി. ബൈ ബൈ. ട്യൂബറിലേക്കായിരിക്കും. അല്ല, ട്യൂബറിലേക്കാ. അത് തന്നെ ട്യൂബർ. ഞാനും അങ്ങോട്ട്. അവിടെയാണ് റീജിയണൽ മാനേജർ. താങ്ക് യു. യു വെൽക്കം. കോൺഫറൻസ് വെക്കാൻ കേട്ട സ്ഥലമേ വല്ല ബാംഗ്ലൂരും വെച്ചൂടെ? ഗുഡ് ക്ലൈമറ്റ്, ഗുഡ് ഹോട്ടൽസ്. ഓ സുബു, തനിക്കെങ്കിലും ആ ചെയർമാനോടൊന്ന് പറഞ്ഞൂടെ? ഹലോ ഹലോ, കൽക്കട്ടയിൽ കോൺഫറൻസ്. മേ ഐ കം ഇൻ സർ? യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. വന്നിട്ട് അധിക സമയമായോ? യെസ് സർ. ഇല്ല സർ, ഇപ്പൊ വന്നേ ഉള്ളൂ. യുവർ നെയിം? ആനി. ഓ, മിസ്സസ് ആനി അല്ലേ? അല്ല സർ, മിസ് ആനി. ഐ സി. സോ യു ആർ ജോയിനിങ് ടുഡേ. എവിടെ താമസിക്കുന്നു? വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ സർ.
നാട്ടിൽ അച്ഛനും അമ്മയും യെസ് സർ. ഇല്ല സർ. മിസ് ആനി എന്താ എന്ത് ചോദിച്ചാലും യെസ് സാർ യെസ് സാർ എന്ന് പറയുന്നത്? ആദ്യം ചോദ്യം ശ്രദ്ധിക്കുക, പിന്നീട് ഉത്തരം. ബി എ സ്മാർട്ട് ഗേൾ. യെസ് സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ ഇവിടുത്തെ ജോലി കാര്യങ്ങളെ കുറിച്ച് പേഴ്സണൽ മാനേജർ പറഞ്ഞാണല്ലോ. യെസ് സർ. സോ യു ആർ അപ്പോയിന്റഡ് ആസ് ടെലിഫോൺ ഓപ്പറേറ്റർ അല്ലേ? യെസ് സർ. ബയോഡേറ്റയിൽ ടൈപ്പിംഗ് അറിയാമെന്ന് കാണുന്നു. അത്യാവശ്യത്തിന് ചില കോൺഫിഡൻഷ്യൽ ലെറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരും. സാരമില്ല, എന്റേതാണ്. ഓക്കെ. പിന്നെ ഈ സാരിയൊക്കെ ഒന്ന് മാറ്റി ഈ പുതിയ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, ഞാൻ എന്താ അത്ര പറയാ, modern അല്ല, സർ. ആകണം. ബി എ റോമൻ when you are in Rome. ഗുഡ് മോർണിംഗ് സർ. എന്തായിരുന്നു ലീവാ? ഹേയ്, ഓഫീസ് യൂണിഫോം അവിടെ? ഇത് അത് തന്നെയാണ് സർ. ഉം. ഓഹോ, എന്താടോ എനിക്ക് കമ്പനിയുടെ പേര് വെളിയിൽ കണ്ടുവിടുന്നുണ്ടോ? അതല്ല സർ. നാട്ടുകാരെന്തിനാ കാണുന്നത്? സാറും ഞാനും ഇവിടെ ഉള്ളവരും ഒക്കെ കണ്ടാ പോരെ. ഇതുപോലെ കുറച്ച് കൈ കരുതി വെച്ചിരുന്നാൽ നാട്ടി മാനേജരുമായി ഓഫീസിൽ പിയൂണ്. മതിയോടോ, മതി മതി. താൻ പോയി ഇവർക്ക് ആ ബോർഡ് ഓപ്പറേഷൻ ഒന്ന് കാണിച്ചു കൊടുക്കൂ. യെസ് സർ. ഗോ. അയാളുടെ ഭാവം കണ്ട IAS ഓഫീസർ ആണെന്ന് തോന്നും. ആള് ഭാവാ. ഓക്കെ, യു ക്യാൻ ഗോ വിത്ത് ഹിം. ആ ബോർഡ് മനസ്സിലായിക്കോളൂ. ഗോ. യെസ് സർ. ഡാനിയൽ, ഇതാണ് ജംഗ്ഷൻ ബോർഡ്. അകത്തേക്ക് വരുന്നവനെല്ലാം ദാ ഇവിടെ വരും. വന്നു കഴിഞ്ഞാൽ ഡിങ്. ഇവിടുന്ന് കൊടുക്കണമെങ്കിൽ ഡിങ് ഡിങ്. ഇതെല്ലാം ഓപ്പറേറ്റർ ചെയ്യണം. പിന്നെ കൈമിടുക്കനുസരിച്ച് അകത്തോട്ട് വരുന്ന പിടിച്ചു വെക്കുകയോ പുറത്തോട്ട് വിടുവോ സൗകര്യം പോലെ ചെയ്യാം. അല്ല, അറിയാവേ, കൊറേ കറക്കിയതല്ലയോ? സുൽഫിക്കർ. ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. ഞാൻ അല്പം വൈകിപ്പോയി. മിസ് യാനി അല്ലേ? യാനി അല്ല സ്വാമി, ആനി. ആനിക്കാവിള ആ ആനി. ആനി. ഐ സി. സോറി. കൊല 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 സ്വാമി. കൊല കൊല്ലയോ? വധം, ബ്ലേഡ്. കണ്ടില്ലേ വന്ന വരവ്? കക്ഷത്തിൽ 56 ഫയലും കൈ ഞാത്തുകൊടും. അതിന്റെ അകത്ത് വെള്ളത്തിൽ ലോകത്തുള്ള എല്ലാ വേരുകളും ചതച്ചിട്ടിട്ടുണ്ട്. എന്തിനാ? രോഗം വരാതിരിക്കാൻ. ഹലോ, ട്യൂബർ ആൻഡ് ട്യൂബർ. ഏ മിസ്റ്റർ, നിങ്ങളുടെ കീബോർഡ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യല്ലേ ഞാൻ പറഞ്ഞത്. Give it here. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് ട്യൂബർ ആൻഡ് ട്യൂബർ. Very good. Sweet girl. യെസ് സർ. നിന്റെ ഒരു എസ് സാർ നാക്കെടുത്ത 400 പ്രാവശ്യം യെസ് സാർ എസ് സാർ എസ് സാർ. എനിക്ക് നാണമായിപ്പോയി. പിന്നെന്താ, ഓഫീസ് ആകെ രസമാണടി. ഒരു ഏരിയ മാനേജർ ST ഡാനിയൽ, അയാളുടെ സൂട്ടും കോട്ടും ഒക്കെ കണ്ടാൽ ഈ നാട്ടിലുള്ള പെമ്പിള്ളാരെല്ലാം അയാളുടെ പോക്കറ്റിലാണെന്ന്. അതിന് ചേർന്ന ഒരു അലവലാതി പ്യൂണും സുൽഫിക്കർ. അയാളുടെ നടപ്പും ഭാവമൊക്കെ കണ്ടാലേ പൊടി പ്രേം നസീറ. എന്താ പെണ്ണ നീ ഒരു മാതിരി? ഒന്നുമില്ല മോളെ. അതല്ല, എന്തോ ഉണ്ട്. പറയടി. അല്ല, ഞാൻ ഓർക്കായിരുന്നു എത്ര ഓഫീസുകൾ നമ്മൾ കയറി ഇറങ്ങി, ആപ്ലിക്കേഷൻസ് പൂരിപ്പിച്ച് എത്ര രൂപ ചിലവഴിച്ചു. നീ ഭാഗ്യമുള്ളവളാ. നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ നല്ല ജോലി കിട്ടും. എന്നാ ആശ്വസിക്കാം. അടുത്ത ഹോസ്റ്റൽ ഫീ കൊടുക്കേണ്ടതിന് മുമ്പ് കിട്ടിയാൽ മതിയായിരുന്നു. ഞാനുള്ളപ്പോ നീ എന്തിനാ വിഷമിക്കുന്നേ? ഇതുവരെ വസുമതിയായിരുന്നു, അവള് പോയി. ഇപ്പൊ നീ. പെണ്ണെ, എത്ര നാളെന്ന് വെച്ചാ ഈ ചക്കാത്ത്? എന്നോട് വാങ്ങിയ ചക്കാത്താവും മുടി. എന്റെ പൊന്നു മോളെ, ജോലി ചെയ്യാതെ ആരോട് വാങ്ങിയാലും ചക്കാത്ത് ചക്കാത്ത് തന്നെ. നീ എഴുന്നേറ്റേ. നിന്റെ ഒരു ഫിലോസഫി. നീ പോയി കുളിച്ച് പൊട്ട് തൊട്ട് മിടുക്കിയാവും. ഇത്ര പെട്ടെന്ന് നിനക്ക് എങ്ങനെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? എനിക്ക് ആരെങ്കിലും വേണ്ടടി സ്നേഹിക്കാൻ. നോ സർ, ഹീസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഞാൻ പറഞ്ഞു. യെസ് സർ. യെസ്, 1 സെക്കൻഡ്.
Harrison and Crossfield? Just a moment. Speak on. Yes, please. 1 second. Hello, Tuber and Tuber. 1 second. Sir, an incoming call for you. Yes, please. STD inside? STD ഉണ്ടോന്ന്? Sorry, ഇത് പബ്ലിക് കോൾ ഓഫീസ് അല്ല. മാഡം, എനിക്ക് ബോംബെ, കൽക്കട്ട, ഡൽഹി STD അല്ല വേണ്ടത്. ഐ മീൻ യുവർ റീജിയണൽ മാനേജർ മിസ്റ്റർ ST ഡാനിയൽ. ഞാൻ അദ്ദേഹത്തെ ചുരുക്കി STD എന്നാണ് വിളിക്കുന്നത്. ഉണ്ട്. അകത്തേക്ക് ചെല്ലൂ. താങ്ക് യു. ഹലോ. Where are you, Annie? Are you dreaming? ദിവാസ്വപ്നത്തിലായിരിക്കും. യെസ് സർ. നോ സർ. ഓക്കെ ഓക്കെ. ഇന്നലെ ടൈപ്പ് ചെയ്ത പേപ്പേഴ്സ് ഒക്കെ ഫോർവേഡ് ചെയ്യൂ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഡാനിയൽ. ഹലോ ടോണി. എപ്പോഴെത്തി? രാവിലത്തെ ഫ്ലൈറ്റിന് എത്തിയതേ ഉള്ളൂ. വരുന്ന വഴിയാ. ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. സിംഗപ്പൂരൊക്കെ എങ്ങനെയുണ്ട്? ഒരു രാത്രിയെ തങ്ങാൻ കഴിഞ്ഞുള്ളൂ. ആ. അത്യാവശ്യമായിട്ടൊന്ന് ഹോങ്കോങ് വരെ പോയിട്ട് വന്നുകൊണ്ട് കാര്യമായിട്ട് കറക്കൊന്നും നടന്നില്ല. കണ്ണി കണ്ടതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോന്നു. ഇത് സാറിന് ജോവൻ സ്പോട്ട് സെന്റ് ഫോർമെൻ. ഫോമൻ. ദേ ഇതുപോലത്തെ ഒരു 1/2 ഡസൻ കിട്ടിയാ കൊള്ളായിരുന്നു. എന്താ ഇത്? അറിയില്ലേ? വായിലടിക്കുന്ന സുഗന്ധ കുപ്പി, മൗത്ത് സ്പ്രേ. വാക്കുകളിലുണ്ടാവുന്ന സൗന്ദര്യം ശ്വാസത്തിലും ഉണ്ടാവണം. സംഘടിപ്പിച്ചേ. ടോണിയുടെ ഫ്രിഡ്ജ് ശരിപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ ഇൻസ്റ്റാൾമെന്റ്? യു ആർ എ ബിഗ് ഷോട്ട്. കാശ് 100,000 കാര്യങ്ങളല്ലേ സാറേ. ഇവിടെ നിന്ന് മേടിച്ച് അവിടെ കൊടുക്കുന്നു, അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുക്കുന്നു. എല്ലാം ഒരു തരം റൊട്ടേഷൻ. ഞങ്ങൾ ബിസിനസ്സുകാരങ്ങനെ വാങ്ങും, കൊടുക്കും, കൊടുക്കും, വാങ്ങും. ഓക്കെ ടോണി, അപ്പം നാളെ ഡെലിവറി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞാൻ വരട്ടെ. For indoor, outdoor, day and night. Because life is a contact sport. Yes. 26. ഉഷേ, നീ ഇത് കേട്ടോ? ഇന്നൊരു തമാശ ഉണ്ടായി. ഡാനിയൽ സാറിന്റെ ഒരു ഫ്രണ്ട് ഇന്ന് ഓഫീസിൽ വന്നു. ചെറുപ്പക്കാരൻ. കാണാൻ എങ്ങനെ? ആ, കൊള്ളാം. തരക്കടൊന്നുമില്ല. എന്നുവെച്ചാ? നിന്റെ ചോദ്യം കേട്ടാ തോന്നും ഞാനിതൊക്കെ നോക്കി നടക്കുകയാണെന്ന്. ആ, നീ ഇത് കേക്ക്. അയാൾ നേരെ എന്റെ അടുത്തേക്ക് വന്ന ഒരു ചോദ്യം, STD ഉണ്ടോന്ന്. ഞാൻ ബോർഡിലിരിക്കില്ലേ, എന്താ പറയാ? ഇത് പബ്ലിക് കോൾ ഓഫീസല്ലാന്ന് പറയണം. അത് തന്നെ ഞാനും പറഞ്ഞത്. പക്ഷേ അബദ്ധം എനിക്കാ പറ്റിയത്. എന്താ? പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത്. ST ഡാനിയൽ സാറിനെ ചുരുക്കി STD ആക്കിയതാണ് പോലും. എന്നിട്ട് അയാള് ഡാനിയൽ സാറിനെ കണ്ടു മടങ്ങുമ്പോ ഞാൻ രാവിലെ കൊണ്ടുപോയ റോസ് കഷ്ടകാലത്തിന് തറ കിടക്കണം. അയാൾ നേരെ വന്നു, നിലത്തുനിന്ന് എടുത്തു, എന്റെ നേർക്കൊരു നീട്ട്. എന്നിട്ട് നീ അത് വാങ്ങി? പിന്നെ വാങ്ങാതെ? വാങ്ങിട്ടെന്താ? മേശമ വെച്ചു. എന്നിട്ട് നീ അയാളെ നോക്കിയോ? ഞാൻ നോക്കിയില്ല. അപ്പൊ അയാൾ നോക്കിയല്ലേ? സംഭവത്തിന്റെ തുടക്കം കൊള്ളാം. ഒരെടുപ്പും കേൾക്കാൻ ഒരു സുഖവും. You finish the matter like this. I am hopeful to enjoy the fruit of your efforts in the near future. That's all. അവനെ ഹോസ്റ്റൽ ലൈഫൊക്കെ എങ്ങനെ ഉണ്ടായി? വെള്ളം, കറണ്ട് ഒന്നിനും ബുദ്ധിമുട്ടില്ലല്ലോ? ഓ, എല്ലാവർക്കും ഉള്ളതുപോലെ ഉണ്ട്. ഉണ്ടേലും സാരമില്ല. പുതിയ പ്രസ്താവന വായിച്ചില്ലേ? വെള്ളം പറ്റിയ കിണറുകൾ നികത്തി ഗവൺമെന്റ് വക കിണറുകൾ കുത്തിക്കൊടുക്കുന്നു. 500 കോടിയുടെ പ്രോജക്റ്റ് ആണ്. പക്ഷെ കുത്തല് 10 കോടിക്കായിരിക്കും. അല്ല, എനിക്ക് ലീവ് ഒന്നും വേണ്ടേ? എപ്പോ വേണേലും കൊടുക്കാം. ഫ്രീ ആവുമ്പം കൂട്ടുകാരൊത്തൊക്കെ ഒരു ഔട്ടിംഗ് ഒക്കെ പോലോ. അല്ല, എല്ലാ ആവശ്യമാണല്ലോ. ഞാൻ സാധാരണ ഔട്ടിങ്ങിനൊന്നും പോറില്ല സർ. അല്ല, എപ്പോഴെങ്കിലും ആവശ്യമാണെങ്കിൽ ചോദിക്കാമെന്ന് പറയായിരുന്നു. നോ ഫോർമാലിറ്റീസ്. എനിക്ക് ഓക്കെ, ഇനി ഐ എം ഗോയിങ് ഔട്ട്. ആരെങ്കിലും വന്നാ ഇരിക്കാൻ പറയും. ഓക്കെ.
യു ടൈപ്പ് Yes. ഇറ്റ് ഔട്ട് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ സർ. മിസ്റ്റർ സുൽഫി, സുൽഫിക്കർ. യെസ് മാഡം. ടൈപ്പ് റിബൺ വേണം. ഞാനിവിടെ കോൺഫറൻസിനുള്ള ഫയൽ ശരിയാക്കുക. 12 മണിക്കാ കോൺഫറൻസ്, അത് കഴിയട്ടെ. ഇതും വളരെ അത്യാവശ്യമാണ്. സമയമില്ലെന്ന് പറഞ്ഞില്ലേ? எடா சுல்பிக்கவே நீ என்ன சொன்ன சமயம் இல்லைன்னா ആ. நீ யாரு இந்த ஆபீஸுக்கு மேனேஜரா பியூன்டா பியூன் எடுத்து கொடுறா மாவுக்கு ഉം. இங்க வாடா ഏ? என்னடா வாடா இங்க என்னடா இது മരുന്ന് കൂട. அங்க இருக்கட்டும் என்னடா இது ഇതെന്തിനാണെന്നോ? ഞാൻ കോൺഫറൻസിന് ഫയൽ കൊണ്ടുപോവുക. അവിടെ ജപ്പാനിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ വലിയ വലിയ ആൾക്കാർ വരുന്നുണ്ട്. അവരുടെ മുമ്പിൽ ഞാൻ ഇവിടുത്തെ പിയൂണാണെന്ന് കാണിക്കണം സ്വാമി. ஏண்டா பியூன் வேலை உனக்கு பிடிக்கலையா പിടിക്കില്ല. പഠിപ്പ് BA, ജോലി പിയൂൺ. உன்னை சொல்லி பிரயோஜனமே கிடையாது அம்மணிக்குட்டி இவனுக்கு காம்ப்ளெக்ஸ் தான் இன்ஃபியாரிட்டி காம்ப்ளெக்ஸே தான் அதேதான் ആനി, അത്ഭുതപ്പെടണ്ട. STD പറഞ്ഞതാണ്. ഇഷ്ടനകത്തുണ്ടോ? അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ്. ഇപ്പൊ വരും. അകത്തിരിക്കൂ. ഞാനിവിടെ ഇരുന്നോളാം. ഞാൻ പോകുന്നു. വന്നിരുന്നെന്ന് പറഞ്ഞാൽ മതി. കുറച്ചു നേരം കൂടി ഇരുന്നാൽ കാണാമായിരുന്നു. കണ്ടു. ഇനി ഇരുന്നാൽ ഇങ്ങനെ ഇരുന്ന് പോകും. പോട്ടെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. തന്റെ ആദ്യത്തെ ഗുഡ് മോർണിംഗിലെ സാർ അവിടെ പോയി? എവിടെയും പോയതല്ല സാർ. ഏ ആദ്യത്തെ അടിക്ക് കേട്ടാലും സാർ കേട്ടതായിട്ട് ഭാവിക്കില്ല. പിന്നെന്തിനാ ഒരു വാക്ക് പാഴാക്കി കളയുന്നു? തന്നെയുള്ള ചെറുപ്പത്തിലേ എനിക്ക് ഈ വാക്കുകൾ വേസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല. അമ്മയെ തന്നെ ഞാൻ ആ എന്നെ വിളിക്കൂ. മതിയോടോ, മതി. ഇത് ഞാൻ കണ്ടതാ. താൻ പോയി ആ ആന്റിയോട് വരാൻ പറയും. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. അനി, ബാലൻസ് ഷീറ്റ് ഡൽഹിയിലേക്ക് അയച്ചോ? ഓഡിറ്റേഴ്സ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് സാർ അയക്കണ്ടെന്നല്ലേ പറഞ്ഞത്? അയച്ചേ. നാളെ പബ്ലിക് ഹോളിഡേ ആണ്. സോ യു ആർ ഫ്രീ അല്ലേ? അല്ല സർ, നാളെ ഞങ്ങളുടെ സോഷ്യൽ സർവീസ് ഡേ ആണ്. ഓ, അപ്പൊ ജനസേവനമൊക്കെ ഉണ്ടല്ലേ? ഏ ഇത് ഗാന്ധിയുടെ ടിക്കറ്റാണ്. ഡൽഹിയിലെ മാനേജർ ഇന്നലെ തന്നെ പോയതുകൊണ്ട് ഒരെണ്ണം മിച്ചം വന്നു. ഇതാനിക്കിരിക്കട്ടെ. ദേ, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ബ്ലാക്കി വായിച്ചതാണ്. കമോൺ കമോൺ. മാറ്റിനിക്കാണ്, മാറ്റിനി. ഇനി പെമ്പറന്തോർത്തിയുടെ ഫോട്ടോ കണ്ടെന്ന് വെച്ച് ഈ പാർട്ടി വളയാതിരിക്കണ്ട.
What the hell have you typed? ಛೆ! എന്ത് പറ്റി സർ? Look, it is full of mistakes. നിറയെ അക്ഷരത്തെറ്റ്. At least തരുന്നതിന് മുമ്പ് നിൽക്കുന്ന വായിച്ചു പോയിക്കൂടെ? സോറി സർ, ഇത് ഞാൻ ടൈപ്പ് ചെയ്തതല്ല, ഡൽഹിയിൽ നിന്ന് വന്നത്. See, I am talking about the responsibility. Are you responsible? യെസ് സർ. You are not. Are you punctual? യെസ് You സർ. are not. എന്തുണ്ടായെന്ന് പറയൂ സർ. പേപ്പേഴ്സ് എല്ലാം അതാത് ഡേറ്റ്സിൽ അയക്കുന്നു. രാവിലെ കൃത്യം 9 മണിക്ക് വരുന്നു, 6 മണിക്ക് ശേഷം പോകുന്നു. No, no, no. എന്റെ ഓഫീസ് സമയത്തെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. യുവർ ഇന്റഗ്രിറ്റി, നിങ്ങൾ ആത്മാർത്ഥത. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്ര സമയം ആ തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നറിയാമോ? ഓഹോ, അതാണോ കാര്യം? അതെ, നിങ്ങൾ വന്നില്ല എന്നതുകൊണ്ടല്ല, നിങ്ങൾ കാരണം എനിക്ക് കൂടി ആ നല്ല ചിത്രം കാണാൻ പറ്റാതെ പോയി. ഗാന്ധി, ഫാദർ ഓഫ് ദ നേഷൻ, എന്നെ വിടൂ. ആനിക്ക് ഈ നാടിനോട് ഒരു ആത്മാർത്ഥത വേണ്ടേ? ഗാന്ധിയുടെ തത്വങ്ങൾ എന്നോടൊപ്പം അനിയും പഠിക്കട്ടെ. ഞാൻ വരാമെന്ന് പറഞ്ഞില്ലല്ലോ. ടിക്കറ്റ് തന്നു, വാങ്ങി, കാമാക്ഷി വിട്ടു. കാമാക്ഷി, നിങ്ങൾക്ക് വേറെ ആരെങ്കിലും യു കളക്ട് മീ ഹോട്ടൽ താജ്. ഹലോ, യാ 1 സെക്കൻഡ് സർ. താജ് ഹോൾഡിംഗ്. എനിക്കും റോസ് വളരെ ഇഷ്ടം, ചെറുപ്പം മുതൽ. ഇത് വെച്ചൂടെ? ഒരിക്കലും മാടാതെ വളർത്തിയതാണ് എന്റെ മനസ്സിൽ. എന്റെ പൂന്തോട്ടം നിറയെ റോസാച്ചെടികളാണ്. ജീവിതം മുഴുവൻ ഇങ്ങനെ ഓരോന്ന് തരാം. കൊള്ളാം, പാർട്ടിക്ക് ഭാവനയുണ്ട്, അതും പൂവിനകത്ത്. പുരുഷന്മാരുടെ ഒരു കാണാപ്പാടമാണല്ലോ ഈ പ്രയോഗം. എങ്കിലും നീ ഇത് വാങ്ങിക്കളഞ്ഞില്ലോടി. നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വസ്തു ഒരാൾ തന്നിരിക്കട്ടെ, നീ ആണെങ്കിൽ എന്ത് ചെയ്യും? ഏറ്റവും ഇഷ്ടപ്പെടുന്ന വസ്തു, ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ന് കൂടി ചേർത്താൽ ഉത്തരം ഈസി. ഞാനാണേലും വാങ്ങും. എങ്കിലും പെട്ടെന്ന് അങ്ങനെ വാങ്ങാൻ പാടില്ലായിരുന്നല്ലേടി? ഒരിക്കലും പാടില്ലായിരുന്നു. അയാൾ വെച്ച് നീട്ടി, നീ വാങ്ങി. ഇതിലെന്താടി ഒരു ത്രില്ല്? ഞാനായിരുന്നെങ്കിൽ അയാളെ ചുരുങ്ങിയതൊരു 50 പ്രാവശ്യമെങ്കിലും നടത്തി വായി വരുന്നതെല്ലാം പറഞ്ഞ് ആളൊരു പരുവമാവുമ്പോ പതുക്കെ തുടങ്ങും. ആദ്യം ഒരു ചിരി, കിക്കിക്കെന്നല്ല, ചുണ്ടിൽ മാത്രം. പിന്നെ പറയണോ, എതിർപക്ഷത്തിന് അത് മതി. ഊണില്ല, ഉറക്കമില്ല, കുളിയില്ല, ജപമില്ല, കണ്ണിലും മനസ്സിലും ഞാൻ മാത്രം.
അങ്ങനെ ആദ്യം നമ്മൾ സ്ത്രീകൾക്ക് ഒരു വിലയുണ്ടെന്ന് വരുത്തുക, പിന്നെ പ്രേമം, വിവാഹം. സമ്മതിച്ചോ? അല്ല, സമ്മതിച്ചോന്ന്? ഇത് പാക്ക് ചെയ്യൂ. ആരാ ബില്ല് പേ ചെയ്ത്? ഞാനാണ്. കുറച്ചുകൂടെ അന്തസ്സായി പെരുമാറൂ പ്ലീസ്. എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ഒരു പൂ വാങ്ങിയെന്ന് കരുതി എന്തും ആകാമെന്നാണോ? ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ? എന്നെ എങ്ങനെ ഇഷ്ടപ്പെടണ്ട? അല്ല, ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതെന്തൊരു പാടാണ്. അനി അനി അച്ഛോ, പ്ലീസ് ഒന്ന് പതുക്കെ പറ. നമ്മൾ തമ്മിൽ അടിവെച്ചാൽ ആള് വന്ന് വിചാരിക്കും. ഗുഡ് മോർണിംഗ് ട്യൂബർ ആൻഡ് ട്യൂബർ. കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിരിയും അനുരാഗവതി നിൻചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും നിന്നെ കുറിച്ചു ഞാൻ പാടിയ പാട്ടിന് നിരവധിയോളങ്ങൾ ശ്രുതിയിട്ടു നിൻ മനോരാജ്യത്തിൻ നീലക്കടമ്പിൽ നീ എന്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു എന്റെ ഈ കളിത്തോണി കെട്ടിയിട്ടു സഖി കെട്ടിയിട്ടു കായാമ്പൂ കണ്ണിൽ വിടരും കമലദളം കവിളിൽ വിരിയും അറിഞ്ഞുണ്ട് സർ, സം ക്രോസ് കണക്ഷൻ. ക്രോസ് കണക്ഷൻ, അതെ. അതായത് ലൈനിനു മേലെ ലൈൻ. ഈ കണ്ണും കവളും ചൊടിയും കാണുമ്പോൾ വയലാറിനാണ് ഓർമ്മ വരുന്നത്. എന്താ എന്നോട് സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറയാത്തത്? സ്നേഹം പ്രകടമാണെങ്കിലല്ലേ സ്നേഹിക്കപ്പെടാനാവും. തിരിച്ചു സ്നേഹിക്കാൻ കഴിയാഞ്ഞിട്ടില്ല, ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല. ഈ ലോകത്ത് ബന്ധുക്കളായ സ്വന്തക്കാരായോ എനിക്കാരുമില്ല. നിങ്ങളൊക്കെ പണക്കാർ. നിസ്സാരമെന്ന് പറഞ്ഞ് കണ്ണടച്ചാൽ നഷ്ടപ്പെടുന്ന എന്റെ ജീവിതമാണ്. അനാഥ എന്നെ വെറുതെ വിടൂ പ്ലീസ്.
ഞാൻ ഓഫീസ് വഴിക്കാണ്. വിരോധമില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. ബസ് വരേണ്ട സമയമായി. ബുദ്ധിമുട്ടണമെന്നില്ല. ഓ, എന്ത് ബുദ്ധിമുട്ട്? സന്തോഷമുള്ള കാര്യമില്ലേ? അല്ല, എന്നെ ഡ്രൈവറാക്കുവാണോ? ഇന്നലെ ഞാൻ അശേഷം ഉറങ്ങിയിട്ടില്ല. എവിടെ കിടന്നാലും എല്ലാം മറന്നുറങ്ങുന്നയാളാ ഞാൻ. ഇന്നലെ ആനി പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നേരം വെളുപ്പിച്ചു. തുറന്നു പറഞ്ഞതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ല. മിച്ചം ലാഭമാണെങ്കിൽ. ആനി പറഞ്ഞതുപോലെ ഈ ലോകത്ത് ആരുമില്ലാത്തവനാണ് ഞാൻ. ആരുമില്ലാത്ത രണ്ടുപേരൊന്നു ചേരുമ്പോൾ രണ്ടുപേർക്കും പറയാൻ ആരെങ്കിലും ആയില്ലേ? ജീവിച്ചു പോകാൻ അല്ലറ ചില്ലറ മാർഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ സ്വന്തമെന്ന് പറയാൻ ഒരാളായ സ്ഥിതിക്ക് നമുക്ക് സ്നേഹിച്ചു തുടങ്ങാം, അല്ലേ? അല്ല, ഞാൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന് പറയുകയായിരുന്നു. ഇത് ഇങ്ങനെയൊന്നും അല്ല പറയേണ്ടത്. എനിക്കറിഞ്ഞൂടാ. ഒരു കാര്യം പറഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്. വളരെ കുറച്ച് പരിചയമുള്ള ഒരാൾ പെട്ടെന്ന് പറഞ്ഞുവെന്ന് കരുതി തള്ളിക്കളയുകയും അരുത്. ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. മനസ്സിൽ വയ്ക്കാൻ ഇപ്പൊ ഇത്ര മാത്രം. ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ, രക്ഷിക്കാൻ എനിക്ക് കഴിയും. മനസ്സിൽ വയ്ക്കാൻ പറഞ്ഞാൽ സഹതാപം കൊണ്ടല്ല, ഇഷ്ടം കൊണ്ട്. മറുപടി രണ്ടായാലും എനിക്ക് ആനെ ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇനി എന്ത് ചെയ്യണം? ഒരു പെൺകുട്ടിയെ രക്ഷിക്കും, സ്നേഹിക്കാൻ കഴിയുമെന്ന് ആളൊരു പൊടി ഡയലോഗ് വിരുദ്ധനാണല്ലോ. കൊള്ളാം. ചെറുക്കൻ സീരിയസ് ആണെന്ന് തോന്നുന്നു. ആട്ടെ, നീ എന്ത് പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞില്ല. മൗനം സമ്മതമാണെന്നാ? ഏതായാലും ചാൻസാ. ഉടുമ്പ് പിടിക്കുന്ന പോലെ പിടിച്ചോ. ഇല്ലേ? വിടണ്ട. പോരെങ്കിൽ നീ ആരുമില്ലാത്തവളാ. അയാള് പറഞ്ഞതുപോലെ ആരുമില്ലാത്തവർ ഒന്നു ചേരുമ്പോൾ രണ്ടുപേർക്കും ആരെങ്കിലും ആവില്ലേ? ധൈര്യമായി കാണിച്ചു. പച്ചക്കൊടി. ജീവിച്ചിരിക്കുന്ന ആനിക്ക് വേണ്ടി ഞാനത് വാങ്ങിച്ചു. ഒരു വ്യത്യാസം മാത്രം. ഷാജഹാൻ മാർബിളിൽ കൊത്തിവെച്ചപ്പോൾ ഞാനത് മധുരത്തിൽ കൊത്തിച്ചു. ഇനിയെങ്കിലും പറയും എന്നോട് പ്രേമമാണെന്ന്. ശരി, സ്നേഹമാണെന്ന് പറയും. ഇഷ്ടമാണെന്നെങ്കിലും ഒന്ന് പറയും. സർ. Have you fully typed? യെസ് സർ.
ലവ് മീ? ആവശ്യമില്ലാത്ത എന്തിനാ നോക്കുന്നേ? മേരി സപ്പനോ കി റാണി കപ്പ്. എന്താണ് ഇത്ര വലിയ തുള്ളിച്ചാട്ടം? എങ്ങനെ തുള്ളിച്ചാടായിരിക്കും? ഇന്ന് നമ്മുടെ വിവാഹോത്സവല്ലേ? കല്യാണ കസവ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഓ, നിന്റെ ഈ മുല്ലപ്പൂവിന്റെ സുഗന്ധം ആ ദിവസം എനിക്ക് ഇന്നലെ കഴിഞ്ഞ പോലുണ്ട്. 4 പെറ്റാൽ എന്താടി പെണ്ണെ? നീ 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 ഇന്നും എനിക്ക് നവോദയല്ലേ? ഇതാ എക്സ്ക്യൂസ് മീ, മിസ് ആനി അകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയി. കുട്ടി എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഇവിടുത്തെ തൂപ്പുകാരിയാണ്. കുറച്ച് സാധനങ്ങൾ തന്നാൽ ആനി ഏൽപ്പിക്കാം. ഡാനിയൽ സാർ തന്നാണെന്ന് പറയണം. ശരി ഉം? സാർ. നമുക്ക് ഈ ചിൽഡ്രൻസ് പാർക്ക് വഴി നടന്നങ്ങ് പോവാം. ആനി ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ? ദേ ഡാനിയൽ സാർ തരാൻ പറഞ്ഞു. കണ്ടോ കണ്ടോ, 2 SR കൂടുതൽ പറഞ്ഞാലെന്താ? ആനുകൂല്യങ്ങൾ കിട്ടി തുടങ്ങിയേ. ഉഷേ, നീ ദേഷ്യപ്പെടാതെ സാധനം വാങ്ങും. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. കറണ്ട് കണ്ടിക്കാൻ കണ്ട ഒരു സമയം മനുഷ്യന്റെ ഊപ്പാടളി വരുമ്പോഴാ. ആകാശത്തുണ്ടല്ലേ ആപ്പീസ് ഇട്ടിരിക്കണം. പണ്ടാരം ഞാൻ റിസൈൻ ചെയ്യുക. വീട്ടിൽ ചെന്ന പാച്ചും കൂടെ കപ്പിട്ട് ഇളക്കി. സുൽഫി, காப்பி வந்துச்சா? கூட கொஞ்சம் தண்ணி வாய கொப்பளிக்க. உங்களுக்கு தண்ணி தானே வேணும்? ஆமா. நான் தரேன். ഈ പന്ന പട്ടറ ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് കാര്യം. എപ്പോഴും അവിടെ പുളുത്തിയ ദാഹം വിൻ തന്നെ പോട്ടെ. പിയൂണെന്ന് പറഞ്ഞ ആരെന്ന് വിചാരിച്ചു? വീട്ടുജോലിക്കാരനാ. ഒന്നി എന്റെ ജോലി പള്ളിപ്പുറത്ത്, അല്ലെങ്കിൽ അയാൾ വെളിമ്പറമ്പിൽ. നന്നായിട്ട് കളിക്കി കൊടുക്ക. ഇയാടെ ഒടുക്കലത്തെ ദാഹം. இங்க வைடப்பே. அது மேல வைக்காது. தண்ணி காப்பி ரெண்டு சேர்ந்து கொண்டு வந்தாச்சு. நல்ல பையனாக சுல்பீக்கர். ഭവാനി ചേച്ചി പഞ്ചരടത്ത്.
സ്വാമി ഉം. ഒന്ന് പിടിച്ചു തരും സ്വാമി. ഇത് പറ. நான் ரொம்ப சின்னதா இருக்கு. அம்மா, முருகா, முருகா, குருவாயூர், அப்பா, அப்பா. ஆறு உள்ள காலையில இருந்து இதுதான் வேலையா? ஷோ, ஐ, அம்மா, கடவுளே. அப்பாடி. നാടയല്ലേ വേണ്ടത്? ഗുഡ് മോർണിംഗ് ട്യൂബർ ആൻഡ് ട്യൂബർ. സോറി, റോങ് നമ്പർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ചലിയ തൂ ചലിയ. എന്റെ വിവാഹക്കുറിയാണ് സർ. കൺഗ്രാറ്റുലേഷൻസ്. ഓ, ടോണി. ടോണി ഫ്രാൻസിസ്. ആരുമില്ലാത്ത എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരെങ്കിലുമായി സർ. അപ്പൊ ഇതായിരുന്നു ക്രോസ് കണക്ഷൻ അല്ലേ? അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുക. ചെയ്യട്ടെ. എന്റെ പൊന്ന് പെമ്പറന്നവരെ, ആകപ്പാടെയുള്ള ഒരു ആദ്യ രാത്രിയാണ്. ഇരുത്തി നശിപ്പിക്കാതെ ഒന്ന് വേഗം വാ. വാ. നിക്ക് നിക്ക് നിക്ക്. ഒന്ന് പറഞ്ഞോട്ടെ, തെറ്റിദ്ധരിക്കരുത്. പ്രേമത്തിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നേരത്തെ കണ്ടറിഞ്ഞ് അടുത്തുപോയ വിവാഹമെങ്കിൽ അബദ്ധമാണ്. ഭർത്താവിന്റെ അടുത്തേക്ക് വരുന്ന വരവ് കണ്ടില്ലേ? ചായക്കടയിൽ പിള്ളേര് ചായയായിട്ട് വരുന്ന പോലെ ഒരു മയമൊക്കെ വേണ്ടേ? ഒന്ന് നോക്കി, ഒന്ന് നാണിച്ച്, ചിരിച്ച്, ആ നടത്തത്തിൽ വരെ ഒരു മറ്റവനുണ്ടെങ്കിലേ ഞങ്ങൾ ആണുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നും. നീ ഇവിടെ ഇരിക്ക്, ഞാൻ കാണിച്ചു. ആ ഇല്ലേ, ശരി. ഭർത്താവ് ഭാര്യ. ഭർത്താവ് ഭാര്യ. സമ്മതിച്ചേ? അമ്മായിയമ്മ എന്നെ ഇങ്ങോട്ട് തള്ളിവിടും. കണ്ടോ, ഇങ്ങനെ വേണം പ്രഥമ രാത്രി. മനസ്സിലായി? ആ ചെല്ല് ചെല്ല് ചെല്ല്. അങ്ങനെ അങ്ങ് പോയാലോ?
ഇനി പ്രഥമ രാത്രി നാളെ, അതായത് 2ാം രാത്രി. ആ, ആദ്യ രാത്രി ഞാൻ തരാൻ പോകുന്ന സമ്മാനം എന്താണെന്ന് അറിയണ്ടേ? അതല്ല, ഈ ഡ്രോ തുറന്ന് നോക്ക്. നോക്ക്. അപ്പൊ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല. എയർപോർട്ടിൽ പോകുന്നു, പാർട്ട്ണർ പിക്കപ്പ് ചെയ്ത് ഹോട്ടലിലാക്കുന്നു, വുഡ്ലാൻഡ്സിൽ പോകുന്നു, മസാല ദോശ വാങ്ങുന്നു. ഇവിടെ വരെ താനെന്തായി മോഹം വെറുപ്പിച്ച് നിൽക്കുന്നേ? ഓ, അത് ശരി. കുട്ടികൾ ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞുള്ളൂ. കല്യാണം കഴിഞ്ഞ് 3-ാം മാസം വയറും ഒക്കെ വീർപ്പിച്ച് എനിക്ക് വയറും തള്ളിപ്പിടിച്ചപ്പോ നടപ്പ് കാണുമ്പോഴേ കലിയ. അതൊക്കെ ഒരു 3-4 വർഷം കഴിഞ്ഞായാലേ ഒരു രസമുള്ളൂ. ഞാൻ ഏറ്റന്നേ. അതെ. ഓ, ദേ, പെണ്ണേ, ഏയ്, നീ എവിടെയോ? വിവാഹത്തിന് വരാൻ കഴിഞ്ഞില്ലെങ്കിലും നീ എവിടെ ഉണ്ടോ അവിടെ ഞാനുണ്ട്. ആ അതെ അതെ, നിന്റെ സ്നേഹമൊക്കെ എനിക്കറിയാവടി. എടി, നിന്നോടുള്ള അസൂയ കൊണ്ടാ. ദൈവം പോലൊരു ഭർത്താവ്, സ്വർഗം പോലുള്ളൊരു വീട്, സ്വന്തമെന്ന് പറയാനൊരു ജോലി, പിന്നെ പോസ് കാണിച്ചാലുണ്ടല്ലോ. ആ പോടി. എങ്കിലും ഉമ്മ വെപ്പിക്കാൻ വേറെ ഒന്നും കണ്ടില്ലല്ലേ?
മിസ്റ്റർ ടോണി ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ, എന്ത് വേണം? മാഡം, ഈ കാണുന്ന ചെടിച്ചട്ടികളെല്ലാം ഞങ്ങളുടെ സൊസൈറ്റിയിൽ നിന്നാണ് വാങ്ങിയത്. ഇതിന്റെ പൈസ ഇതുവരെ തന്നിട്ടില്ല. ടെക്സാസ് എന്ന കമ്പനിയുടെ പേരിലാണ് വാങ്ങിയത്. അന്വേഷണത്തിൽ അങ്ങനെ ഒരു കമ്പനിയേ ഇല്ലെന്നാണ് അറിവ്. ഇതാണ് ബില്ല്. 1500 രൂപയുടെ പ്രശ്നമേ ഉള്ളൂ. അദ്ദേഹം എയർപോർട്ടിൽ പോയിരിക്കുകയാണ്. 12 മണിക്ക് എത്തും. വരുമ്പോ ഞാൻ പറയാം. ഇനി കാത്തിരിക്കുന്ന പ്രശ്നമില്ല. എടാ ഗോപാല, ഇതെല്ലാം എടുത്ത് വാനിലേക്ക് പോയി. പേടിച്ചു പോയോ? ഇല്ല, പേടിച്ചില്ല. ഭൂമി കുലുങ്ങിയാൽ പോലും അനങ്ങരുത്. അതായിരിക്കണം സ്ത്രീകളുടെ. ആ പിന്നെ അടുത്ത ആഴ്ച എനിക്ക് സിംഗപ്പൂർ വരെ ഒന്ന് പോകേണ്ടി വരും. ഒരാഴ്ചത്തേക്ക് എക്സ്പോർട്ട് മാർക്കറ്റ് ഒന്ന് സ്റ്റഡി ചെയ്യാനാ. ആ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ മോഹം അങ്ങ് വാടിയല്ലോ. എന്നാ താനോട് പോര്. ഈ കെയർ ഓഫിൽ നമുക്ക് നമ്മുടെ ഹണിമൂണൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാം. എന്താ? ആ, ഗ്ലോറിയ ഫ്ലവർ സെറ്റ് സൊസൈറ്റിക്കാർ വന്നിരുന്നു. എന്തിന്? അവര് ചെടിച്ചട്ടികളെല്ലാം എടുത്തോണ്ട് പോയി. ഏതോ പേയ്മെന്റ് കൊടുത്തിട്ടില്ലെന്ന്. കൊടുത്തിട്ടില്ലെന്നോ? ഹലോ, ഇന്ത്യൻ ബാങ്ക് മാനേജറില്ലേ? ആ രാമേന്ദ്രൻ. ആ ഞാൻ ടോണി. ഈ മാസം അവസാനം ആനയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോഴേ ആശാനെ, ഇയാള് ഫസ്റ്റ് പാർട്ടിയാ. ഞാൻ സിംഗപ്പൂർ പോയ അന്ന് ആ ഗ്ലോറിയാക്കാരുടെ അക്കൗണ്ടിൽ പൈസ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. എന്തോന്ന് മറന്നുപോയി സാർ. അവർ വന്ന് ചെടിച്ചട്ടി എടുത്തോണ്ട് പോയി. അത് നിങ്ങൾക്ക് പറയാം. പേരെന്റെ അല്ലേ പോകുന്നത്? ആ വേഗം ചെയ്. ആ പിന്നെ DD പാസ്സായോ? ആ ഓക്കെ. അതെങ്ങനെയാ? മാനേജറെ വിളിക്കുമ്പോ അയാൾ അക്കൗണ്ടന്റിനെ വിളിക്കും, അക്കൗണ്ടന്റ് ക്യാഷ്യറെ വിളിക്കും, ക്യാഷ്യർ ക്ലാർക്കിനെ വിളിക്കും, ക്ലാർക്ക് പ്യൂണിനെ വിളിക്കും, അയാൾ വാച്ച്മാനെ വിളിക്കും. അതുപോലെ ചെല്ലുമ്പോഴേക്കും കാര്യം നമ്മൾ പറഞ്ഞതായിരിക്കല്ല. അത്ര തന്നെ. ചേട്ടാ, ഇവനൊക്കെ എന്തിനാ ബാങ്കിൽ വരുന്നത്? അടുത്തിരിക്കുന്ന പെമ്പിള്ളേരെ കയ്യിലും കാലും ഞോണ്ടാനോ? ആകെ നാണക്കേടായിപ്പോ. നീ ആ ദോശ എടുക്കും. നന്നായി കഴുകി ഇറച്ചി പാകത്തിന് കുക്കറിൽ വേവിച്ച്. ഈ പെണ്ണിന് മാർക്കറ്റിൽ പോയി വരാൻ കണ്ട സമയം. ലക്ഷ്മി,
എടി ലക്ഷ്മി, നിന്നെ ഇന്ന് ഞാൻ... ആനി എന്നല്ലേ പേര്? അതെ. എനിക്കറിയാം. നമ്മുടെ കമ്പനിയിലെ ഞാൻ ഗോഡൌണില്ല. ആ, ഹസ്ബൻഡ് മിസ്റ്റർ ടോണി അല്ലേ? അതെ. എന്താ വിശേഷം? കമ്പനിയിൽ നിന്ന് ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് കൊടുത്ത ചെക്ക് മടങ്ങി. പിന്നെ ഇതുവരെ ഉള്ളത് 1 മാസത്തെ പോലും അടച്ചിട്ടില്ല. ഡാനിയൽ സാർ ആയതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ടെന്ന് വെച്ച് ഇത്ര വരെ നീട്ടി. അദ്ദേഹം വന്നിട്ട്... അയ്യോ, ഇന്ന് സ്റ്റോക്ക് എടുക്കേണ്ട ദിവസമാണ്. സാധനം ഉടനെ ഗോഡൌണിൽ എത്തിയേ തീരൂ. അല്ലെങ്കിൽ പിന്നെ കേസായി ബുക്കാറായി. എന്തിനാ അതൊക്കെ? എന്താണ് ആനിക്കൊച്ചമ്മോ, ചോറും കറിയൊക്കെ റെഡി ആയോ? നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. എന്താ ഇതൊക്കെ? നീ വിഷമിക്കാതെ, വഴി ഉണ്ടാക്കാം. ഹലോ, ഗെറ്റ് മീ റീജിയണൽ മാനേജർ. ആ, എസ്റ്റിഡി അല്ലേ? ഹു ഈസ് സ്പീക്കിംഗ്? ഫസ്റ്റ് പാർട്ടിയാ. ആളെ പറഞ്ഞു വിടുന്നത് ഞാനുള്ളപ്പോ വേണ്ടേ? നിങ്ങൾ ആരാണ് മിസ്റ്റർ? മനസ്സിലായില്ലല്ലോ. കൊള്ളാം. എന്ത് പറ്റിയെന്നോ? നമ്മുടെ ഭാര്യാവധം അപ്സെറ്റ്. നിങ്ങളുടെ ഭാര്യ അപ്സെറ്റ് ആണെങ്കിലേ ഊളമ്പാറയ്ക്ക് കൊണ്ടോണം. ഇപ്പൊ എന്തായെന്നറിയോ? ഹലോ, എന്തായാലും വേണ്ടില്ല, നെല്ലിക്കാത്തള ഇട്ടാ മതി. പെമ്പറന്നവരുടെ മുമ്പിൽ ടോണി ഫ്രാൻസിസ് നിങ്ങളുടെ കമ്പനിക്ക് കടക്കാരൻ, പണം കൊടുത്തവൻ മണ്ടൻ. എടോ, വല്ല നമ്പറും കറക്കി പാവം തന്റെ പെമ്പറന്നത്തെ കറക്കുക അല്ലേ? ഏതോ കള്ളു പാർട്ടിയാട്ടോ മണക്കുന്നു. കൊള്ളാം. ഞാനൊരു സ്നേഹിതനായത് നന്നായി. വെക്കട്ടെ. ഫോൺ ചെയ്തതേ മണ്ടത്തരമായി. അയാൾ ആകെ പരിഭ്രാന്തനാണ്. സ്റ്റോക്കിൽ എന്തോ കൃത്രിമം കാണിച്ചാണെന്ന് തോന്നുന്നു. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാ. പല വീട്ടിലും തന്നെ ഗതി. തൽക്കാലത്തേക്കാ, തിരിച്ചു കൊണ്ടുവരും. അത് പോട്ടെ. നമ്മുടെ ആദ്യ പാചകം എവിടം വരെയായി നോക്കട്ടെ. ഇന്നത്തെ ശരിയായില്ല, നമുക്ക് പുറത്തു പോയി കഴിക്കാം. ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. പാചകരത്നം മിസ്സസ് കെ മാത്യുവിനെ വരെ കടത്തിവിട്ടിരിക്കുന്നു. ഞാനൊരു ഭാഗ്യവാനായ ഭർത്താവാണ്. ഞാനും. കറക്റ്റ്. മഴക്കാലം വരുന്നെന്ന് പറഞ്ഞ് നമ്മുടെ AC അതിന്റെ ആൾക്കാർ എടുത്തോണ്ട് പോയി. ഇനിയും ചൂടുകാലം വരുമല്ലോ, അപ്പൊ തിരിച്ചു കൊണ്ടുവരും അല്ലേ? വേഷം കേട്ട് എന്നോട് കാണിക്കരുതെന്ന് പറയണം. ഈ കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് 1000 രൂപ തികച്ചും തരിക എങ്കിൽ സാരമില്ലായിരുന്നു. കാശ് ചോദിച്ചാൽ സിംഗപ്പൂരിലേതോ വലിയ കോൺട്രാക്ട് തരാം, അത് തരാം, ഇത് തരാമെന്ന് പറയും. കളിച്ചു പിടിച്ച് കോൺട്രാക്റ്റും ഇല്ല, കാശും ഇല്ല. ഞാനെന്താ മോക്ഷത്തിനായി ബിസിനസ് ചെയ്യുന്നേ? അല്ല, ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒന്ന് വേഗം കേട്ടോ. എടോ, ഈ കസരയും കിട്ടേക്ക്. അപ്പോഴേ ഞങ്ങൾക്കായി ഒരു കസേര ഇട്ടിട്ടുണ്ട്. അയാൾ വരുമ്പോ പറഞ്ഞേരെ ചന്ദ്രൻ വന്ന് സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് പോയെന്ന്. പെറുക്കി അടയ്ക്കടോ. എന്താണ് ഇത്? മനുഷ്യൻ പേടിപ്പിച്ച വന്നല്ലോ. ചോറ്
വേഗം ചോറ് വിളമ്പോ ചേ. എന്തായി നോക്കി നിൽക്കുന്നേ? ആ വേഗോട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യ. എന്താ നീ? ആനി, എന്താണെന്ന് നിങ്ങൾ പറയില്ലേ? ആനി, നമ്മൾ എന്തെല്ലാമോ കൂട്ടുന്നു കിഴിക്കും. ബിസിനസ്സിൽ ലാഭവും വരും നഷ്ടവും വരും. നഷ്ടം വരുമ്പോ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോ പ്രതീക്ഷിക്കാതെ പലതും കൈവശം വന്നു ചേരും. ഇപ്പോ നമുക്ക് നഷ്ടമാണ്. വിവാഹം കഴിഞ്ഞതും പ്രശ്നങ്ങൾ ആനിയോട് പറഞ്ഞ് മനസ്സ് വേദനിപ്പിക്കുന്നതിലും ഭേദം എല്ലാം മറച്ചു വെച്ച് സ്വയം വേദനിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ കരുതി. എനിക്കറിയാം നിനക്ക് പിണക്കമാണെന്ന്. വിവാഹത്തിന് വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, കഴിയാഞ്ഞിട്ടാണ്. എടി, നിന്റെ കൂടെ ഞാൻ എത്ര നാൾ ചക്കാത്തിന് താമസിച്ചു. നിന്റെ വിവാഹത്തിന് ഒരു ബ്ലൗസ് പീസ് പോലും വാങ്ങാൻ സാധിക്കാതെ വന്നപ്പോൾ എന്തോ എനിക്ക് വരാൻ മനസ്സ് സമ്മതിച്ചില്ല. ഇതാ നോക്ക്, കടം മേടിച്ചു വാങ്ങിയതാണെങ്കിലും തരാൻ എന്തെങ്കിലും കയ്യിലുള്ളപ്പോൾ കാണാൻ, ആശംസകൾ അറിയിക്കാൻ മനസ്സ് സമ്മതിച്ചു. പണക്കാരിയായി നിനക്ക് ഞാൻ വാങ്ങിത്തന്ന് ഇതിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഇത്രയും തുറന്നു പറഞ്ഞിട്ടും നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. എനിക്ക് നീയേ ഉള്ളടി. എന്നും രാവിലെ ഇതിന്റെ അലാറം കേട്ട് നീ എഴുന്നേൽക്കണം. ഞാനായിരുന്നില്ലേ നിന്നെ വിളിച്ചുണർത്താറ്? അത് ഇനി കഴിയില്ലല്ലോ. ഇനി ഇവിടെ ഇതാണ് നിന്റെ ഉഷ. എവിടെ നിന്റെ ബെഡ്റൂം? ഞാൻ തന്നെ ഇത് വെച്ച് തരാം. സത്യം പറയൂ, നീ എന്തിനാ കരയുന്നത്? ഞാൻ വഞ്ചിക്കപ്പെട്ടു. അദ്ദേഹത്തിൽ ഞാൻ കണ്ടിരുന്നതെല്ലാം സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസം മുതൽ വീട്ടിൽ നിന്ന് ഓരോന്നും നഷ്ടപ്പെടുകയാണ്. അന്യരുടെ അവകാശവാദങ്ങൾ കേട്ട് എന്റെ ചെവി മരവിച്ചു. ഇനി നഷ്ടപ്പെടാൻ ഈ വീട് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അയാൾ എന്തു പറയുന്നു? ബിസിനസ്സിൽ ലാഭവും നഷ്ടവും സാധാരണമാണെന്ന്. നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തതുവരെ കയ്യിൽ വരും പോലും. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഒന്നുകിൽ അദ്ദേഹം സ്നേഹം കൊണ്ട് എന്നെ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞതും ബുദ്ധിപൂർവ്വം എന്നെ തഴയുകയാണ്. ചേച്ചേ, അങ്ങനെയൊന്നും പറയാതെ. നീ നല്ലവളാ, നിനക്ക് നല്ലതേ വരൂ. തീർച്ചയായും.
ആനി ഇതെന്റെ അങ്കിളാ, എനിക്ക് ആകെ ഉള്ളൊരു ബന്ധു. പുള്ളിക്കാരൻ 5 വർഷത്തിൽ ഒരിക്കലേ നാട്ടിൽ വരൂ. ദുബായിലാ. വന്നാൽ ആകെ വരാനുള്ളൊരു വീടിതാ. എന്നാ ഓക്കെ തന്നെ, കാപ്പി കൊടുക്ക. ഭയരപ്പാളി, നിന്റെ അമ്മയെ കെട്ടിച്ച ബന്ധു. 2 വർഷമായാലാണ് നീ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. കളി തമാശയായിട്ട് പോലും 1 മാസത്തെ വാടക. എല്ലാ മാസം ചെക്ക് അയക്കും, വണ്ടി ചെക്ക്. നോക്ക, ഇവൻ എന്റെ അടുത്താണ് ആദ്യം വീട് ചോദിച്ചു വന്നത്. കൃഷ്ണന്റെ മായാവിലാസങ്ങൾ അറിയാവുന്ന ഞാൻ ഇവന് വീട് കൊടുക്കൂ. അവസാനം ഞാൻ ദുബായി പോയ തക്കം നോക്കി അവൻ ഗിരിനഗറിൽ താമസിക്കുന്ന എന്റെ പെങ്ങളെ വളച്ച് അകത്ത് കയറിപ്പോയി. ഭർത്താവ് മരിച്ച അവളാണെങ്കിൽ ഒരു രോഗി. പിന്നെ അവിടെ വരവായി, പോക്കായി, മരുന്ന് വാങ്ങലായി, കൊടുക്കലായി, എന്തിനു പറയണു. അവിടെ കയറി പറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവളാണെങ്കിൽ ഒരു മകന്റെ സ്ഥാനമല്ലേ എന്ന് കരുതി വീട് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഒരു സൂക്കേടുകാരിക്ക് വാടകക്കാരന്റെ പുറകെ നടക്കാനും പോ, അത് വണ്ടിച്ചെക്കിന്റെ പുറകെ. അവന്റെ ചുട്ടായില അങ്കിള്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസും ബഹളവും വരുന്നതിന് മുമ്പ് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ചേട്ടാ, 1 മാസത്തെ അവധി കൂടെ തന്നാൽ. ഇനി അതും കൂടെ ഞാൻ ഗോപി എടുക്കണം അല്ലേടോ? ഇത് ചോദിക്കണം തന്നെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭയങ്കരം തന്നെ. പോലീസിനും എനിക്കും ജോലി ഉണ്ടാക്കാതെ കാലത്ത് തന്നെ ഇവിടുന്ന് കാര്യമായിക്കോ. കാര്യാക്കാനൊന്നും ഇല്ലേ? ഇവിടെ കിടന്ന മേശയും കസേരയൊക്കെ അതിന്റെ ഉടമസ്ഥന്മാർ എടുത്തോണ്ട് പോയോ അതോ കിട്ടിയ വിലക്ക് വിറ്റോ? ഓ, എന്റെ സിംഗപ്പൂർ വിളക്കും കർട്ടനും പോയിട്ടില്ല ഭഗവാനെ. പിന്നെ ഭാര്യയായ നിങ്ങളോട് ഒന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്കും ചില കടമകളൊക്കെ ഇല്ലേ? ഭർത്താവ് ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് ശരിയല്ല. ക്ഷമിക്കണം സർ, ബിസിനസ്സിൽ നഷ്ടം വരുമ്പോൾ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടും. ലാഭം വരുമ്പോൾ പ്രതീക്ഷിക്കാത്തത് വരെ കയ്യിൽ വരും. ഇന്ന് നമ്മുടെ ബിസിനസ് നഷ്ടത്തിലാണല്ലേ? സമാധാനിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. ആനി, ഒന്ന് കേൾക്കൂ. ഇതുവരെ ഞാൻ കേൾക്കായിരുന്നില്ലേ? ഇനിയെങ്കിലും പറയൂ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ജോലി എന്താണ്? കൊലയും കൂട്ടിക്കൊടുപ്പും ഒഴിച്ച് മറ്റെല്ലാം എന്റെ ജോലിയാണ്. ഇതെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നില്ലേ? അല്ല, സ്നേഹിക്കുകയായിരുന്നു. എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ആനയെ കിട്ടുമായിരുന്നില്ല. ഓ, അപ്പോൾ സ്വന്തം താല്പര്യത്തിനു വേണ്ടി മാത്രം നിങ്ങൾ എന്നെ വഞ്ചിച്ചു. ഞാൻ നിങ്ങളോട് എന്ത് ദ്രോഹമാണ് ചെയ്തത്? നിങ്ങളെ എന്റെ എല്ലാമായി സ്നേഹിച്ചതാണോ തെറ്റ്? പറയൂ. സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കുകയായിരുന്നില്ലേ? കണ്ടുമുട്ടിയപ്പോൾ കൂട്ടത്തിൽ ഒരാൾ കൂടി എന്നേ തോന്നിയുള്ളൂ. അടുത്ത് പഴകിയപ്പോ അതല്ല, സ്നേഹിക്കപ്പെടാൻ ഒരാൾ വേണമെന്ന് തോന്നി. അനാഥനായ ഞാൻ ആനയെ അടുത്തറിഞ്ഞപ്പോ ഞാൻ സ്വയം സ്വാർത്ഥനാവുകയായിരുന്നു. നഷ്ടപ്പെട്ടതെല്ലാം ആനയിലൂടെ നേടിയെടുക്കുകയായിരുന്നു. അമ്മയായി, സഹോദരിയായി, ഭാര്യയായി. ജാഥകളുടെ മുമ്പിൽ കൊടിപിടിച്ച് നടന്ന എന്റെ അച്ഛനെ എതിർ കക്ഷിക്കാർ വെട്ടുനുറുക്കി. ഭർത്താവ് നഷ്ടപ്പെട്ട എന്റെ അമ്മ എന്നെ വളർത്താൻ നാട്ടുപ്രമാണിമാരുടെ അരമണകൾ അടിച്ചു വാരി. അവരുടെ കിടപ്പറകളിലേക്കുള്ള ക്ഷണം സഹിക്കാതെ വന്നപ്പോ എന്റെ അമ്മയ്ക്ക് ചാരിത്രം വിൽക്കേണ്ടി വന്നു. അതും എന്നെ വളർത്താൻ.
പോലീസ് പിടിച്ചു കൊണ്ടുപോയ എന്റെ അമ്മയെ. നാണം കെട്ടത്. എന്റെ അമ്മ എവിടെ സാർ? ആരാടാ നിന്റെ അമ്മ? റോസി. ഓഹോ, റോസാമ്മ അല്ലടാ. എനിക്ക് എന്റെ അമ്മയെ കാണണം. നിന്റെ അമ്മ. വഴിയിൽ കണ്ട പോലീസുകാരോടെല്ലാം അമ്മയെ തിരക്കിയപ്പോൾ അവരെല്ലാം കൈമലർത്തി. എല്ലാം നഷ്ടപ്പെട്ട ഞാൻ കിട്ടുന്നതെല്ലാം ഭക്ഷിച്ചു. എത്തിച്ചേർന്നിടത്തെല്ലാം ഉറങ്ങി. എന്താ നോക്കിയാ ഇങ്ങനെ പറയുന്നത്? രാത്രി മോഷണമല്ലേ? എവിടെ നേടിച്ചെടുത്തില്ല പേഴ്സണല്ല. സത്യം പറയണം, മൊട്ടേന്ന് വിരിഞ്ഞില്ല, മോട്ടിക്കുന്നൂടാ. ചെരുപ്പുകളെ അറിയാണോ? സത്യം പറയടാ. ഇവിടെ കുറ്റം ചെയ്യാത്ത എന്നെ, എന്റെ അമ്മയെയും നിയമവും ദൈവവും വെറുതെ വിട്ടില്ല. എങ്ങനെയും ജീവിക്കണമെന്നായപ്പോ ചെറുപ്പത്തിൽ വെറുത്തിരുന്നതെല്ലാം പിന്നീട് ഞാൻ ഇഷ്ടപ്പെട്ടു. പറയൂ, എവിടെയാണ് തെറ്റ്? ആരിലാണ് തെറ്റ്? സൃഷ്ടിയിൽ, സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കണം സുഖമായി. വഴികൾ തെറ്റിയാലും നടപ്പ് തടന്നാൽ എവിടെയും എത്തില്ല. ഒരിക്കലും ഞാനതിന് സമ്മതിക്കില്ല. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനടിമയാവുന്ന മനുഷ്യനാണോ? ചുറ്റുപാടുകളോട് കൂട്ടുപിടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതമല്ലേ? എനിക്കൊരു ജോലിയില്ലേ? ഒരു കുടുംബം നടത്താൻ തൽക്കാലം അത് മതി. നമുക്ക് എവിടെയെങ്കിലും പോയി ഒരു കൊച്ചു വീടെടുത്ത് സുഖമായി ജീവിക്കാം. ഇല്ല, എന്റെ മുന്നിലുള്ള ശരിയായ വഴികൾ ഇതൊക്കെയാണ്. നിങ്ങളെ പിരിഞ്ഞ് എവിടെ പോകാൻ? എല്ലാം മറന്ന് നിങ്ങൾ എന്റെ കൂടെ വരില്ലേ? 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 സ്വന്തം വയ്ക്കാം. ഇന്ന് ജോലിക്ക് കയറുന്ന ദിവസമല്ലേ? എന്റെ കൈ കൊണ്ട് രാവിലെ ഒരു കട്ടൻ അടിച്ചാൽ കാര്യങ്ങൾക്ക് ഒരു എളുപ്പമുണ്ടാവും. അത് നിങ്ങൾ ആണുങ്ങളാ. എഴുന്നേറ്റ പട കണ്ണും തിരുമ്പി ഒരു കാപ്പി കുടിക്കും. ഞങ്ങൾ പല്ല് തേച്ച് ശുദ്ധമായ കാപ്പി കുടിക്കും.
ജലക്ഷാമം പ്രമാണി ഞാനും ഭാര്യ ഒന്നിച്ചാണേ വിളിക്കുന്നത്. ആ കൺമഷം നിങ്ങൾ എടുത്തു തരാമോ? ആ ഇപ്പൊ കൊണ്ടുവരാം. ആ കൺമഷി റെഡി, കണ്ണെഴുതിക്കോ. ഞാൻ എന്റെ കണ്ണ് നീർന്നു. പിന്നെ കൺമഷിയില്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാ? ഈറൻപിലി കണ്ണുകളിൽ ശോകം വീണ്ടും മൈയെഴുതി കോപം നിന്റെ പൊൻകവിളിൽ കുങ്കുമപ്പൂവിടർത്തി ഈറൻപിലി കണ്ണുകളിൽ ശോകം വീണ്ടും മൈയെഴുതി കോപം നിന്റെ പൊൻകവിളിൽ കുങ്കുമപ്പൂവിടർത്തി ജാലങ്ങളാൽ എന്റെ വാചാല സ്വപ്നങ്ങൾ വലവീശി കിട്ടിയതല്ലേ കണ്ണേ പൊന്നേ നിന്നെ ജാലങ്ങളാൽ എന്റെ വാചാല സ്വപ്നങ്ങൾ വലവീശി കിട്ടിയതല്ലേ നീയൊന്നു ചൊല്ലിയാൽ ആകാശ പൊന്നല്ല ഏഴാം കടലിലെ മുത്തും പവിഴച്ചെപ്പും വാരി ഞാനെത്തും പെണ്ണേ ഈറൻപിലി കണ്ണുകളിൽ ശോകം വീണ്ടും മൈയെഴുതി കോപം നിന്റെ പൊൻകവിളിൽ കുങ്കുമപ്പൂവിടർത്തി മായങ്ങളാലെന്റെ മോഹാഭിലാഷങ്ങൾ മലരിട്ടു കിട്ടിയതല്ലേ കണ്ണേ പൊന്നേ നിന്നെ മായങ്ങളാലെന്റെ മോഹാഭിലാഷങ്ങൾ മലരിട്ടു കിട്ടിയതല്ലേ നിൻമുഖം വാടിയാൽ അമ്പിളിക്കലയല്ല ഏഴാം ദ്വീപിലെ മിന്നും മഴവിൽ പൂവും മങ്ങുമെൻ കണ്ണിൽ പിന്നെ ഈറൻപിലി കണ്ണുകളിൽ ശോകം വീണ്ടും മൈയെഴുതി കോപം നിന്റെ പൊൻകവിളിൽ കുങ്കുമപ്പൂ